മണൽ കടലിനഴകേ വിധിയിൽ കാണാ ചുഴിയിൽ ചുടലപ്പാട്ടിൻ പൊടിയിൽ പ്രണയം നുരയും കളിയാട്ടം മറയുകയോ മാറുകരകളകലെ ദൂരം തേടി വായും കാറ്റും മായാനഗരമേ മണൽ കടലിനഴകേ വിടർന്നുള്ളിൽ ചുവന്നല്ലോത്സവയാമം ഇന്നുറക്കുകയില്ല രാത്രികൾ ഉഷ്ണപക്ഷകാലം ആരുടച്ചു വലിച്ചെറിഞ്ഞേന്താരുമോഹനരൂപം വിധിയിൽ കാണാ ചുഴിയിൽ ചുടലപ്പാട്ടിൻ പൊടിയിൽ പ്രണയം നുരയും കളിയാട്ടം മറയുകയോ മാറുകരകളകലെ ദൂരം തേടി പായും കാറ്റും മായാനഗരമേ മണൽ കടലിനഴകേ നീ ബാഗ് എടുത്ത് പെട്ടെന്ന് റെഡിയാവും. നാളെ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ആ ബാങ്കുകാരുടെ കംപ്ലൈൻറ്റിൽ ഇപ്പം തന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം. നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഞാൻ ട്രൈ ഉണ്ട്. നീ വേഗം റെഡിയാവും നോക്ക്. ഇനിയാണ് അനന്തരാമൻ്റെ പ്രണയ ജീവിതം തുടങ്ങുന്നത്. നിങ്ങൾ പറഞ്ഞ അടിമുടി ആനന്ദം നിറഞ്ഞ പ്രണയ ജീവിതം. ഈശ്വര, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പെട്ടെന്ന് പോരേണ്ടി വന്നു. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. ഹലോ, ഇസീൻ, ഹംദല്ല, മാലിസ് മുദീർ, ഐവ. നീ ആരെയാ പേടിക്കുന്നേ? എന്താ പ്രശ്നം?
നമ്മുടെ ചാനല് നാട്ടിൽ കിട്ടില്ലേ ഏട്ടാ? കിട്ടും. നല്ലോണം കാശെറിയണം. ആദ്യം അവിടെ ഒന്ന് പച്ച പിടിക്കട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാലോ. പാർക്കുട്ടിയെ, ഓ അച്ഛൻ വന്നതിന്റെ ഒരു ഇളക്കം. ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. വാ അമ്മു, നീയും വാ, കൊച്ചച്ഛൻ വിളിക്കണം. ഹലോ, അല്ല ഞാൻ പറയുന്നത് എനിക്കൊരു 2 ആഴ്ചത്തെ സമയം കിട്ടിയാൽ മതി. ചേട്ടൻ പറഞ്ഞ ഞങ്ങ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങാട്ടെങ്ങാണ്ട് മാറിയിടാപ്പ. എന്റെ കയ്യിൽ ഇനി ഇതേ ബാക്കിയുള്ളൂ. കാശി ഒതിച്ചിനി ആൾക്കാർ ഇവിടെ വരരുത്. ചാനൽ തുടങ്ങാൻ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിന്റെ നോട്ടീസ്. നിതീഷിനെ വിളിച്ചിരുന്നു. നാളെ മുതൽ ഞാൻ ചാനൽ ജോയിൻ ചെയ്യാം. കഴിക്കടാ. മോനെ ഒരു കട്ടൻ. എടാ, തൽക്കാലം നിങ്ങൾ വീട്ടിൽ നിന്ന് മാറിയിരിക്കെ. കളമശ്ശേരിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റുണ്ട്. നിങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറി. രേവതി പുതിയ ചാനൽ ജോയിൻ ചെയ്യല്ലേ, അത് അവൾക്കൊരു സൗകര്യമാവുമല്ലോ. ഈ റിസപ്ഷൻ എന്ന് പറയുന്നത് നിന്നെ മാത്രം ബാധിച്ച കാര്യമൊന്നുമല്ല. നീ സമാധാനമായിട്ടിരിക്കെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നാളെ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള വഴി നോക്ക്. ഇറാൻ ആണവ ചർച്ച കാലാവധി നീട്ടി. വാർത്തകൾ വിശദമായി. ഈജിപ്തിലെ സിനായിയിൽ തീവ്രവാദി ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. ഈജിപ്തിലെ വടക്കൻ സിനായിയിൽ പോലീസ് സ്റ്റേഷനുകൾക്കും നേരെയുണ്ടായ വൻ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. പ്രവിശ്യയിലെ വിവിധ ഇടങ്ങളിൽ ഒരേ സമയത്തായിരുന്നു ആക്രമണം. 70 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഏറ്റുമുട്ടലിൽ 22 അക്രമികളും കൊല്ലപ്പെട്ടു. രാത്രി വൈകിയും ഏറ്റുമുട്ടൽ തുടരുന്നതായി റിപ്പോർട്ടുണ്ട്. ഹലോ, മറ്റേ പണി കാണിച്ചതിന്റെ കയ്യും കാലും വിട്ട് ഞാൻ ചാനലിൽ പോയി നിന്റെ പെണ്ണുമ്പള്ളി പൊക്കുന്നത് കാണുവാ. അത് സൈമ, ഞാൻ ഒരു അവധിയും കൂടെ തരാം, ഒടുക്കത്തെ അവധി. മറ്റന്നാൾ എനിക്ക് എന്റെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ അനന്തൻ സാറേ, പിന്നെ നിങ്ങൾ കാണുന്നത് എന്റെ ഈ മുഖമായിരിക്കില്ല. സമയം തീർന്നിട്ടും ആണവ തർക്ക പരിഹാര കരാറിൽ ഒപ്പുവെക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഇറാനും വൻ ശക്തികളും തമ്മിലുള്ള ചർച്ച നീട്ടിവെച്ചു. അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ദെൻ സീ യു. ഞാനിപ്പോൾ എന്താ പറയുക, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടയിൽ റോളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒക്കെ ശരിയാവും. ഓക്കെ. ഓർത്തു നമ്മൾ മറന്നു കാലം, ഈറുത്തിൽ ഈ കൈകളാലൊരു പൂവിതൾ പോലും വീണ്ടും എന്തിനെടുത്തു തന്നേരായുധങ്ങൾ നീയും കൊന്നു തിന്നുകയെന്നു ചൂണ്ടി തേരു നീങ്ങുകയാണോ, തേര് നീങ്ങുകയാണോ മായ സകരമേ. എത്ര തവണ ഞാൻ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്ത? അടുക്കളയിലാണ്, ഒരു സാധനവും ഇല്ല. ഞാൻ എൻ്റെ സിം മാറ്റി, ഇതാ പുതിയ നമ്പർ. ഇങ്ങനെ സിം മാറ്റി വീട് മാറ്റി എത്ര നാൾ ജീവിക്കും? പിന്നെ എന്ത് ചെയ്യണം അതുകൂടി പറ.